ഇവർക്ക് അതിരാവിലെ എഴുന്നേറ്റും കാക്കിയിട്ട് ജോലി ചെയ്യാൻ പറ്റൂന്നുള്ളത് എനിക്ക് തെളിയിക്കാൻ പറ്റി. ഞാൻ കാരണം അത്രയെങ്കിലും യൂണിഫോം ഇട്ട് വഴിയിലിറങ്ങുമല്ലോ. നമസ്കാരം. ഒരിടവേളയ്ക്ക് ശേഷം റോബിൻ ബസ് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. കോടതിയുടെ ഉത്തരവും കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടുന്ന റോബിൻ ബസ് വീണ്ടും പൊതുവഴിയിൽ തടയുവാൻ വേണ്ടി സർക്കാർ ഉദ്യോഗസ്ഥർ റെഡിയായി നിൽക്കുന്നു. രാവിലെ 10 മണി കഴിയാതെ ഒരു കാരണവശാലും വീട്ടിൽ നിന്നിറങ്ങാത്ത ഉദ്യോഗസ്ഥർ റോബിൻ ബസിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ രാവിലെ പണിക്കിറങ്ങി തുടങ്ങിയിരിക്കുന്നു. വെളുപ്പിന് 4 മണിക്കൊക്കെ നടുറോട്ടിൽ കാത്തിരുന്നാണ് നമ്മുടെ ബഹുമാന്യരായ സർക്കാർ ഉദ്യോഗസ്ഥർ റോബിൻ ബസിനെ തടയുവാൻ വേണ്ടി പെരുവഴിയിൽ നിൽക്കുന്നത്. അതേതായാലും നല്ല കാര്യമാണ് എന്നാണ് റോബിൻ ഗിരീഷും ഇപ്പോൾ പറയുന്നത്. ഞാൻ കാരണം അല്ലെങ്കിൽ എന്റെ ബസ് കാരണം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നേരത്തെ പണിക്കിറങ്ങണം എന്നുള്ളൊരു അവസ്ഥ വന്നിരിക്കുന്നു. അവർ പണിയെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്ന് തന്നെയാണ് റോബിൻ ഗിരീഷ് പറഞ്ഞത്. എന്നാൽ കോടതിയുടെ ഉത്തരവും കൈ പിടിച്ചുകൊണ്ട് നിയമ പോരാട്ടത്തിന് നടുവിലൂടെ തന്നെ ഓടുന്ന റോബിൻ ബസിനെ ഏത് വിധേനയും തടയുക, അവരുടെ വരുമാന മാർഗം തടയുക, അവരുടെ ജീവിതമാർഗം തടയുക, ഈ ബസ് ഇനി റോട്ടിൽ ഓടണ്ട എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സർക്കാരിന്റെ തലപ്പത്തിരിക്കുന്ന ആർക്കൊക്കെ വേണ്ടി തന്നെയാണ് ഇപ്പോൾ റോബിൻ ബസിനെ വീണ്ടും MVD ഉദ്യോഗസ്ഥർ നടുറോട്ടിൽ തടയുന്നത്. എന്നാൽ ഇക്കുറി കളിമാറി. റോബിൻ ബസിനെ നടുറോഡിൽ തടയുവാൻ എത്തിയവർക്കെതിരെ റോബിൻ ബസിലെ യാത്രക്കാരും പൊതുജനങ്ങളും ഒത്തുകൂടി അവർ ഈ പരിശോധകർക്ക് നേരെ തിരികുകയായിരുന്നു. പരിശോധനയോട് പരിശോധന തന്നെയാണ് റോബിൻ ബസിന്. എന്നാൽ ബാംഗ്ലൂർ തുടങ്ങിയുള്ള ലോങ് റൂട്ട് ബസ്സുകൾക്ക് ഒന്നും തന്നെ ഇത്തരത്തിൽ യാതൊരു പരിശോധനകളും നടത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ റോബിൻ ബസിന്റെ ഡ്രൈവർ തന്നെ പറയുന്നത്. നിരവധി ബസ്സുകളാണ് ലോങ് ട്രിപ്പ് റൂട്ടുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്, ബാംഗ്ലൂർ ടു കേരള. ഈ ബസ്സുകളിൽ ഒന്നും തന്നെ റോബിൻ ബസിൽ നടക്കുന്ന യാതൊരു പരിശോധനകളും നടത്തുന്നില്ല. ബാംഗ്ലൂർ എറണാകുളം റൂട്ടിലോടുന്ന ഒരു ബസ്സിലും കാര്യക്ഷമമായ യാതൊരു തരത്തിലുള്ള പരിശോധനയും നടക്കുന്നില്ല എന്നാണ് ഇപ്പോൾ റോബിൻ ഗിരീഷും പറയുന്നത്. എന്റെ ബസ് വഴിയിൽ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്റെ ബസ് വരുന്നുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ വെളുപ്പിന് അലാറം വെച്ച് എഴുന്നേറ്റ് നിന്നാണ് റോട്ടിലേക്ക് വരിക. ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, എനിക്ക് മാത്രമല്ല എന്റെ ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് ഉൾപ്പെടെ. എന്താണ് ഇതിന്റെ പുറകിലുള്ള ഉദ്ദേശം എന്ന് എനിക്ക് കൃത്യമായി അറിയാം. എന്നാൽ കോടതിയുടെ സഹായത്തോടു കൂടി നിയമത്തിന്റെ പരിരക്ഷയോടുകൂടി ഓടുന്ന സർവീസ് നടത്തുന്ന എന്നെപ്പോലുള്ള ആളുകളെ ഏത് വിധേനയും ഇല്ലാതാക്കുക എന്നു മാത്രമാണ് തലപ്പത്തിരിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരുടെ താല്പര്യം, മോട്ടോർ വാഹന ഉദ്യോഗസ്ഥന്മാരുടെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ താല്പര്യം. അതുകൊണ്ട് തന്നെയാണ് എനിക്കെതിരെ ഇത്തരം നീക്കങ്ങളുമായി ഇവർ പെരുവഴിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കാക്കിയിട്ടവരുടെ ഒരു ധാർഷ്ട്യം തന്നെയാണ് ഇവിടെ കാണുന്നത്. എല്ലാ കാക്കിയിട്ടവരും ഇങ്ങനെയല്ല, പക്ഷേ തലപ്പത്തിരിക്കുന്ന ചില ഉത്തരവ് നടപ്പാക്കാതിരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നില്ല. തലപ്പത്തിരിക്കുന്നവരുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കാക്കിയിട്ട ചില ആളുകൾ എന്റെ ബസ്സിന് നേരെ ഇത്തരം പരാക്രമങ്ങൾ നടത്തുന്നത്, അതിക്രമങ്ങൾ നടത്തുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ റോബിൻ ഗിരീഷ് പറയുന്നത്. റോബിൻ ഗിരീഷിനെ പെരുവഴിയിൽ തടയാനെത്തിയ ചില ഉദ്യോഗസ്ഥർക്കെതിരെ റോബിൻ ബസ്സിലെ യാത്രക്കാരും നാട്ടുകാരും തടിച്ചുകൂടി പ്രതികരിക്കുന്നത് നമുക്കൊന്ന് കാണാം. വളരെ മോശമായ രീതിയിൽ തന്നെയാണ് ഉദ്യോഗസ്ഥരോട് അവർ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് അമേദ്യം പോയി കഴിച്ചുകൂടെ എന്നാണ് ഇവർ പറയുന്നത്. ഇതിലും നല്ലത് അത് തന്നെയാണ്. പാവപ്പെട്ടവന്റെ വിയർപ്പിന്റെ വില മനസ്സിലാകാതെ അവന് ജീവിക്കാൻ സമ്മതിക്കാതെ നിങ്ങളുടെ മുകളിലിരിക്കുന്ന ആളുകളുടെ താല്പര്യങ്ങൾക്ക് മാത്രം വശംവദരായി ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് ഇതിലും നല്ലത് തീട്ടം തിന്നുന്ന പണിയാണ് എന്നാണ് ജനങ്ങൾ വിളിച്ചു പറഞ്ഞത്. ജനങ്ങളുടെ ഈ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. കാര്യങ്ങൾ പോകുന്നുണ്ട്, അതിനൊരു നിയമനങ്ങളല്ലേ ഏത് അധികാരിയോട് ചോദിക്കുന്നത്? നിങ്ങൾക്ക് 3-ാം നമ്പർ നിങ്ങൾ കിംബളം മാറ്റിട്ട് നിങ്ങൾ ഇങ്ങനെ ഈ പാവം പിടിച്ചവനെ ഇങ്ങനെ ദ്രോഹിക്കരുത്. അത് ശരിയായ നടപടിയല്ല. അധികാരി ആരാണ് സാർ? അധികാരി ആരാണ്? ആർടിയോട് സംസാരിക്കണം. പാസഞ്ചർ ലിസ്റ്റ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. കാരണം പ്രീ ബുക്കിംഗ് ഉള്ളവരാണ്. ഇല്ല, കഴിഞ്ഞ തവണ ടയറിന് കട്ടില്ല, നീ മനുഷ്യനായിരുന്നു അടി കയറി കിടന്ന് നോക്കിയിട്ട്
രാത്രിയിൽ ഇതിന്റെ വണ്ടിക്ക് പുക കൂടുതലാണെന്ന് എഴുതിയ ഉദ്യോഗസ്ഥനാണ് ആ പോകുന്നത്. എന്താ ചെയ്യാൻ ഒരുപാട് നിയമലംഘനം നടക്കുന്നുണ്ട്. ഇത് വന്നില്ല എങ്കിൽ നാളെ പൊതുജനം ഞാൻ പ്രതികരിക്കുന്ന പോലെ പ്രതികരിക്കാൻ തുടങ്ങിയ ഇവർക്കൊക്കെ പണിയെടുക്കാൻ ബുദ്ധിമുട്ട് വരും. കാരണം ഈ ജനങ്ങൾ ഇതെല്ലാം കണ്ടോണ്ടായിരിക്കുന്നു. അത് ആണെങ്കിൽ നമുക്ക് എന്താ കുഴപ്പം? അതിന് 5-8 പേര് വണ്ടിക്കകത്ത് കയറേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇവര് 4 പേര് ഇങ്ങനെ വന്നിട്ട് 4 പേര് വേണോ ഇത് വായിക്കാൻ? അതോ വായിക്കാൻ അറിയാൻ മേലായിക്കാണോ? കഴിഞ്ഞ തവണ കോടതി ഓർഡർ കാണിച്ചപ്പം ഞങ്ങൾക്ക് ഇത് വായിക്കാൻ മനസ്സിലാകുന്നില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമായിട്ട് ഇനി മനസ്സിലാകാൻ ഇപ്പോഴൊന്നും ചെക്ക് റിപ്പോർട്ടില്ല. നിങ്ങളെല്ലാവരും കണ്ടോണം. ഇനി ഞങ്ങൾ വണ്ടി ഒരു മണിക്കൂർ കഴിയുമ്പം ഫോണേ വരും മെസ്സേജ്, എന്തേലും അതില്ല ഇതില്ല എന്നും പറഞ്ഞിട്ട്. അപ്പം എന്തായാലും അത് നമ്മൾ കാണാൻ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ എല്ലാവരെയും കാണിച്ചു തന്നിട്ടുണ്ട്. ആദ്യ ദിവസം മുതൽ ശല്യം ചെയ്ത വ്യക്തികളെ ഓരോരുത്തരെയും ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതാണല്ലോ. എന്നാൽ പിന്നെ ഈ നാട്ടിൽ ഇത് മാത്രമേ ഡ്യൂട്ടി ഉള്ളല്ലോ, വേറെ ഡ്യൂട്ടിയൊന്നും ഇല്ലല്ലോ. അന്നേ ശബരിമല പ്രശ്നത്തിൽ ഇവിടെ വഴിയിൽ വണ്ടികളുടെ ബഹളങ്ങളോ ഇല്ലേ തടസ്സങ്ങളോ ഒന്നുമില്ലല്ലോ. എല്ലാം മാറ്റിയിട്ടാണല്ലോ വന്ന് നിൽക്കുന്നത്. ഈ ബസ് കൊണ്ട് ഒരു ഗുണമുണ്ടായി. അതിരാവിലെ ഇവർക്ക് എഴുന്നേറ്റ് ജോലി ചെയ്യാൻ പറ്റും. അത് ഇവർക്ക് അതിരാവിലെ എഴുന്നേറ്റും കാക്കിയിട്ട് ജോലി ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്ക് തെളിയിക്കാൻ പറ്റി. ഞാൻ കാരണം അത്രയെങ്കിലും യൂണിഫോം ഇട്ട് വഴിയിലിറങ്ങുമല്ലോ. നേരത്തെ ഇതിൽ വന്ന ആ ടയറിന്റെ കട്ട നോക്കിയ ഉദ്യോഗസ്ഥൻ പറഞ്ഞ് ആൾ യൂണിഫോം ഇല്ലാതെയായിരുന്നു. അയാൾ ഡ്രൈവറാണെന്ന് ഞാൻ ഓർത്തിരുന്നത്. അയാൾ AME ആയിരുന്നു. അയാൾ വണ്ടിക്ക് അടിയിൽ ഉരുണ്ട് കയറിയിട്ടാണ് നോക്കുന്നത്. വെളുപ്പിനെ 4:30 എന്തുമാത്രം വിഷമിച്ചാന്നറിയാൻ മേലെ. എന്തായാലും സമയം കളയുന്നില്ല.